നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ അഭിഷേകവും നിറവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിലേക്ക് സ്നേഹത്തോടെ വരണമേ. പരിശുദ്ധാത്മാവെ, വചനം ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ മനസ്സിനെ ഉണർത്തണമേ. ലൂക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം യേശു അവരുടെ മനസ്സ് തുറന്നു. യേശുവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ശിക്ഷണം നൽകി വളർത്താൻ തക്ക രീതിയിലുള്ള അഭിഷേകം നൽകണമേ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളിലേക്ക് നിറയണമേ. എല്ലാവരും സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചൊന്ന് മഹത്വപ്പെടുത്തുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, മഹത്വം, ഗ്ലോറി, ഗ്ലോറി. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷണം നൽകണം എന്ന ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ശക്തമായിട്ടുള്ള ശിക്ഷണങ്ങൾ നൽകുമ്പോഴാണ് അവരുടെ ആത്മാവിന് ശക്തി ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മളിന്ന് നല്ല വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ അവരുടെ ബുദ്ധിക്ക് നല്ല തെളിച്ചും വെളിച്ചമൊക്കെ ഉണ്ടാവും, നല്ല ഓർമ്മയൊക്കെ കിട്ടും, അവർ നല്ല മിടുക്കന്മാരൊക്കെ ആകുമായിരിക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 80-ാമത്തെ വാക്യമാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 80-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ്റെ വളർച്ചയെ പറ്റിയുള്ള വളരെ മനോഹരമായ ഒരു വചനമാണ്. വചനം എങ്ങനെയാണ്? ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിനെ വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം പറയാണ്, ശിശു വളർന്നു, സ്നാപക യോഹന്നാൻ വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ ആത്മാവ് ശക്തിപ്പെടുകയാണോ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണോ എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായത്തിൽ വളരും, അവർക്ക് വണ്ണം ഉണ്ടാവും, പൊക്കം ഉണ്ടാവും, അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്ക്, ഉന്നതമായ ജോലിയുടെ കാര്യങ്ങൾ, കളികളിലും മറ്റ് കലകളിലൊക്കെ നല്ല സമർത്ഥരായിട്ടൊക്കെ നമ്മൾ മാറ്റാൻ പരിശ്രമിക്കുമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് ശക്തിപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനം, ആത്മീയ പരിശീലനം കൊടുക്കാത്തതാണ്. അതാണ് വചനം പറയണത്, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ സ്നാപക യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ ഒരു വ്യക്തി വസിച്ചാൽ മാത്രമേ അവനൊരു മരുഭൂമി, അവക്കൊരു മരുഭൂമി അനുഭവം അപ്പനും അമ്മയും നൽകിയെങ്കിൽ മാത്രമേ അവളുടെ ആത്മാവ് ശക്തി പ്രാപിക്കത്തുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളും ഏറ്റവും നല്ല കാര്യങ്ങൾ നൽകാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയും അവരുടെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കടയിൽ പോയി കുറച്ച് സാധനം മേടിക്കണം. നമുക്കറിയാം, നമ്മുടെ മോനെ പോയി മേടിക്കാൻ പറ്റും. പക്ഷേ അതുപോലെ അവനെ പറഞ്ഞയക്കാതെ ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ അവർക്ക് പകരം പോവും, അല്ലെ വേറെ ആരെങ്കിലും പറഞ്ഞു വിടും. അപ്പോൾ ഒരു ത്യാഗത്തിൻ്റെ മനോഭാവമോ ഒരു പരിശീലനമോ നമ്മൾ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ കുരിശുവരെയും പ്രാർത്ഥനയും മുട്ടുകുത്തി ത്യാഗത്തോടു കൂടി നമ്മളൊരു പക്ഷേ പ്രാർത്ഥിക്കും, അവന് ക്ഷീണമല്ല, അവൾക്ക് ക്ഷീണമല്ല, അവൻ ഇരുന്നോട്ടെ, അല്ല അവൻ ഉറങ്ങിക്കോട്ടെ, അവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, അവൻ ഒരുപാട് പഠിക്കാണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് ശക്തിപ്പെടുകയില്ല, ആത്മാവിൻ്റെ ശക്തി ചോർന്നു പോകും. അത് വളരും, പക്ഷേ അവൻ്റെ ബുദ്ധി വളർന്നാലും വികസിച്ചാലും ആത്മാവ് ശോഷിച്ചു പോകും. ആത്മാവ് ശോഷിച്ചു പോകുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. കാരണം ഇസ്രായേലിന്
വെളിപ്പെടുന്നത് വരെ സ്നാപക യോഹന്നാൻ അവൻ മരുഭൂമിയിലായിരുന്നു. ഒരു മരുഭൂമി അനുഭവം, ഒരു ത്യാഗത്തിൻ്റെ അനുഭവം, ഒരു വേദനയുടെ അനുഭവം, ഒരു കഷ്ടപ്പാടിൻ്റെ അനുഭവം, ഒരു ഉപവാസത്തിൻ്റെ അനുഭവമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുറച്ച് നിർബന്ധമായിട്ട് നൽകിയെങ്കിൽ മാത്രമേ അവരുടെ ആത്മാവ് ശക്തിപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട ശിക്ഷണം കുഞ്ഞു പ്രായത്തിൽ നൽകേണ്ട അളവിൽ നൽകണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുടുംബം എന്നോട് പറയായിരുന്നു, എൻ്റെ അച്ഛാ, ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് അവർക്ക് ഞങ്ങൾ ഏത് പുസ്തകം വായിക്കാനും പെർമിഷൻ കൊടുത്തു. വായന അവർക്ക് ഇഷ്ടമനുസരിച്ച് അവർ ചെയ്തു. ഇപ്പം അതിനുശേഷം എന്ത് പറ്റി? ആ കുട്ടികൾക്ക് ദൈവവിശ്വാസം ചിലർക്ക് കുറഞ്ഞു വരുന്നു. കാരണം കുഞ്ഞു പ്രായത്തിലെ നിരീശ്വര പുസ്തകങ്ങളും മറ്റും വായിച്ച് അത്തരത്തിലുള്ള യുക്തിചിന്തകളൊക്കെ അവർ തലക്കടിച്ചു. അതുപോലെ തന്നെ അവർ പറയണം, അച്ഛാ, അവർക്ക് ഇതുപോലെ ഒന്ന് കടയിൽ പോകാനോ കഷ്ടപ്പാട് സഹിക്കാനോ ത്യാഗം സഹിക്കാനോ രാവിലെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടി പള്ളിയിൽ പോകാനോ ഞങ്ങൾ പരിശീലനം കൊടുക്കാത്തതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല. സംഗതി ശരിക്കും നല്ല ജോലിയൊക്കെ കാണുമായിരിക്കും, സമ്പത്തൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ആത്മാവിൽ ശക്തിയില്ല. ആത്മാവിൻ്റെ ശക്തി ചോർന്നു പോയിരിക്കുകയാണ്. കാരണം എന്താ? നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചില്ല. അതാണ് സുഭാഷിതം 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം. കുഞ്ഞു പ്രായത്തിൽ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം. പരിശീലിപ്പിച്ചാലോ വാർദ്ധക്യത്തിലും പ്രായമായാലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടുംബനാഥനും കുടുംബനാഥി 3 മക്കളുണ്ട് അവർക്ക്. അപ്പോൾ അവർ പറയാണ്, ആ ഒരു ഉപവാസ കാലഘട്ടമാണ്, 50 നോമ്പിൻ്റെ കാലഘട്ടമാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമൊക്കെയാണ്. പക്ഷേ അവർ കുഞ്ഞുങ്ങളോട് കുറച്ച് നിർബന്ധ ബുദ്ധിയാണ്. കുഞ്ഞുങ്ങൾക്ക് മരുഭൂമി അനുഭവം നൽകാൻ അപ്പനമ്മയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ 50 ദിവസം ഇറച്ചി മീനും മുട്ടയും വീട്ടിൽ കയറ്റുന്നില്ല, നിങ്ങൾ കുറച്ച് ത്യാഗം സഹിക്ക്, ബാക്കി എല്ലാ ദിവസവും നല്ല ഭക്ഷണം ഉണ്ടല്ലോ. ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ, ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കുറച്ച് കഷ്ടപ്പെട്ട് ഇതുപോലെ കുറച്ച് നോമ്പ് നോക്കണം. അത് അവൻ്റെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ ആ മക്കൾ കുറച്ച് ശാഠ്യം പിടിച്ചെങ്കിലും അപ്പനും അമ്മയും കുറച്ചും കൂടെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു മരുഭൂമി അനുഭവം മക്കൾക്ക് അനുവദിച്ചു നൽകി. ഒരു കഷ്ടപ്പാടിൻ്റെ അനുഭവം, ഒരു ത്യാഗത്തിൻ്റെ അനുഭവം, ശരീരത്തെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു ബോധ്യം ആ അപ്പനും അമ്മയും മക്കൾക്ക് നൽകിയത് കൊണ്ട് അവരുടെ ആത്മാവ് ശക്തി പ്രാപിച്ചു വന്നു. മറക്കരുത്, ലൂക്ക 1:80. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാരീരികമായ വളർച്ചയോടൊപ്പം അവരുടെ ആത്മാവ് പുഷ്ടിപ്പെടാൻ, ആത്മാവ് വളരാൻ നമ്മൾ അവർക്ക് മരുഭൂമി അനുഭവം അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. ഒരു കാര്യം ആവശ്യപ്പെട്ട് അപ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. ടി വിയിലെ പ്രോഗ്രാംസ് എല്ലാം കാണാൻ അനുവദിക്കുക. അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അവരെ വിട്ടു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരുടെ ആത്മാവിനെ നശിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. നമുക്കത് പരിചയമുള്ള അധ്യായമാണ്. അതിൽ ഒരു പിതാവ് മക്കൾക്ക് നൽകിയ ശിക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 8-9 വാക്യങ്ങൾ, എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ശിക്ഷണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ജാരസന്താനങ്ങളാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും 11-ാമത്തെ വാക്യം, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം നൽകണം, ഡിസിപ്ലിൻ ചെയ്യണം. അവരെ ശിക്ഷ കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം മാറാൻ വേണ്ടി തല്ലുന്ന അല്ല ശിക്ഷണം. ശിക്ഷണം കൊടുക്കണം, മറ്റൊരു ശിക്ഷയാണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ശിക്ഷണം, അതിനെ പറയും, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. അതൊരു തോന്നലാണ്. നിങ്ങളുടെ മക്കൾക്ക് തോന്നും, അപ്പനമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് തോന്നും. തോന്നിക്കോട്ടെ, തൽക്കാലത്തേക്ക് തോന്നിയാലും കുഴപ്പമില്ല. പക്ഷേ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ എന്ത് സംഭവിക്കുന്നു? അതിനെ പറയാം, നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം നൽകണം. അതുകൊണ്ട് ബൈബിൾ പറയാണ്, ഇടയ്ക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തല്ലിയെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ ചത്തൊന്നും പോവുകയല്ല. ഹല്ലേലൂയ. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. സുഭാഷിതം 29:15 ഇപ്രകാരം പറയുകയാണ്, വചനം പറയാണ്, താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അവമാനം വരുത്തി വയ്ക്കുന്നു. മനസ്സിലാക്കണം, നമ്മൾ താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. ഇടയ്ക്ക് ഒരു തല്ലും ഒരു ശാസനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ അവമാനം നമ്മൾക്ക് വീട്ടിലുണ്ടാവും.
എനിക്കറിയാം ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു മോനുള്ള 2 പെമ്മക്കൾ. മോനെ അമ്മ ഒരുപാട് അങ്ങോട്ട് താലോലിച്ചു. അവൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കും. അപ്പനോ 2 തല്ല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അപ്പനോട് ചൂടാവും, എൻ്റെ മോനാണ്, തല്ലൊന്നും വേണ്ട. പ്രിയപ്പെട്ടവർ, അങ്ങനെ അവനെ തോന്നിവാസത്തിന് അങ്ങോട്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ മുതൽ അവൻ്റെ അപ്പം കുറച്ച് കുടിക്കുന്ന വ്യക്തിയാണ്, മദ്യപിക്കുന്ന വ്യക്തിയാണ്. അവൻ പറയാണ് 7ാം ക്ലാസ് മുതലേ അവൻ കുറച്ചൊക്കെ കുടിക്കാൻ പഠിച്ചു. പ്രിയപ്പെട്ടവർ, അതിനുശേഷം അവൻ തോന്നിവാസം നടന്ന് ഒരു 12ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും അവൻ ചീത്ത സ്വഭാവത്തിൽ പോയി ദുർനടപ്പ് നടന്ന് അങ്ങനെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അവൻ മോഷണ കേസിൽപ്പെട്ട് ഇങ്ങനെ അവൻ അവമാനം വരുത്തി വെക്കുകയാണ്. കാരണം എന്താ? താടനവും ശാസനവും കൊടുത്തില്ല. സുഭാഷിതം 29:15 നമ്മൾ വായിച്ചു. താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അപമാനം വരുത്തി വെക്കും. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം. നിങ്ങൾ വായിക്കണം. അത് പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കുട്ടികളുടെ ശിക്ഷണത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിനെങ്ങനെയാണ്? പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എന്നെ അധികം സ്നേഹിക്കുകയും ഞാൻ വളരണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം അധ്യാപകർ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്, എനിക്ക് നല്ല അടി നൽകുകയും ശിക്ഷണം നൽകുകയും ചെയ്തു. ഇപ്പോഴും അവരൊരു പ്രത്യേക സ്നേഹവും അടുപ്പും എനിക്കുണ്ട്. എൻ്റെ കാരണം എന്താ? കുഞ്ഞു പ്രായത്തിലെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ, നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തി നമുക്ക് ശിക്ഷണം നൽകും. അതാണ് വചനം പറയണത്. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. അടുത്ത വചനമാണ്, മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവൻ അവൻ മൂലം നന്മയുണ്ടാകും, സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അതിൻ്റെ 6-ാമത്തെ വാക്യം, ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. 7, മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും, അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ വഷളാക്കിയാൽ, തോന്നിവാസം വിട്ടാൽ, അവൻ്റെ ഓരോ നിലവിളിയും നമ്മളെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തും. അതുകൊണ്ട് മക്കൾക്ക് നല്ല ശിക്ഷണം നൽകുന്ന കാര്യത്തിൽ അപ്പനും അമ്മയ്ക്കും ഒരു ജാഗരൂകത വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കൾക്ക് നല്ല ശിക്ഷണം നൽകണം. ഞാൻ പണ്ട് കേട്ട ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരിക്കൽ ഒരു വ്യക്തി അവൻ്റെ വീട്ടിൽ അപ്പനും അമ്മയാണ് നല്ല ശിക്ഷണം നൽകാതെ കുറച്ച് തോന്നിവാസമൊക്കെ വിട്ട് അവനെ അങ്ങോട്ട് വളർത്തി. അവന് ഇഷ്ടം പോലെ വളർന്നോട്ടെ എന്ന് വിചാരിച്ച് വളർത്തി. പ്രിയപ്പെട്ട സഹോദരനെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വലിയൊരു മോഷണ കേസിൽ പ്രതിയായി. അങ്ങനെ അവനെ പോലീസ് ശിക്ഷിച്ചു. തുടർന്ന് അവൻ ഒരു കൊലപാതകത്തിൽപ്പെട്ടു. അങ്ങനെ കോടതി അവന് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇങ്ങനെ വധക്കളത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം. അങ്ങനെ അമ്മേനെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവൻ അമ്മയുടെ ചെവിയിൽ എന്തോ പറയാൻ വേണ്ടി എന്ന രീതിയിൽ അമ്മയുടെ അടുത്തേക്ക് വിളിച്ചു. അമ്മ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു. പ്രിയപ്പെട്ട രണ്ടാമൻ പറഞ്ഞു, ഈ അമ്മ ഞാൻ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് ആവശ്യമായ ശിക്ഷണം നൽകിയിരുന്നുവെങ്കിൽ, ശാസനം നൽകിയിരുന്നുവെങ്കിൽ, താടനം നൽകിയിരുന്നുവെങ്കിൽ ഇതുപോലെ ഞാനൊരു പാപത്തിലേക്ക് വീണ് ഇങ്ങനെ ഞാൻ പോകുകയല്ലായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് എല്ലാ ശിക്ഷണവും വേദനാജനകമായി തോന്നും, തൽക്കാലത്തേക്ക് തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തോന്നും. എങ്കിലും അതിലൊരു പരിശീലനം കൊടുക്കാൻ അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ശിക്ഷണം നൽകി അവരെ വിശുദ്ധിയിൽ വളർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും അഭിഷേകവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പനും അമ്മയ്ക്ക് നിങ്ങളുടെ മേൽ അധികാരമുള്ളതുകൊണ്ട് ശിക്ഷണം നൽകുമ്പോൾ അത് സ്വീകരിക്കണമെന്ന് കർത്താവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അടുത്തേക്ക് വിളിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത യേശുവേ, ഞങ്ങളുടെ എല്ലാ കുട്ടികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാതാപിതാക്കന്മാരായ ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നല്ല ശിക്ഷണം നൽകി കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താൻ കൃപ നൽകണമേ. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം ഉണ്ടായതുകൊണ്ട് അവൻ വളർന്നപ്പോൾ ആത്മാവ് ശക്തിപ്പെട്ടതുപോലെ ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളും ആത്മാവിൽ ശക്തിപ്പെടാൻ കർത്താവെ ഇടയാക്കണമേ. അതിനാവശ്യമായ മരുഭൂമി അനുഭവം അവർക്ക് അനുവദിച്ചു കൊടുക്കുവാൻ, കഷ്ടപ്പാടിൻ്റെ അനുഭവം അനുവദിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കന്മാരായ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഭാഗത്തുണ്ട എല്ലാ പാകപ്പിഴകളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ഹാലലൂയ. വന്നുപോയ എല്ലാ പാകപ്പിഴകളെ ഓർത്ത് പശ്ചാത്തപിക്കുക. കുഞ്ഞുങ്ങളുടെ എല്ലാ അനുസരണക്കേടും വൃത്തികെട്ട സ്വഭാവം വിട്ടുപോകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളെ അങ്ങ് സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹാലലൂയ, ഹാലലൂയ. യേശുവേ മഹത്വം,
യേശുവെ ആരാധന, യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. നമ്മുടെ മുമ്പിൽ പരിശുദ്ധമായ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലേക്ക് സമർപ്പിച്ച് ആരാധിക്കുകയാണ്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ശിക്ഷണം നൽകാതെ തോന്നിവാസം അനുസരിച്ച് അവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ വചനത്തിൻ്റെ പാഠങ്ങൾ അനുസരിക്കാതെ അവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നല്ലവനായ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിച്ചതിലൂടെ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാവുകയും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ശിക്ഷണവും നൽകാതെ അവർക്ക് സ്നേഹത്തിൻ്റെ മന്ത്രങ്ങൾ മാത്രം അവരെ പഠിപ്പിച്ച് അവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട ശിക്ഷണം വേണ്ട പ്രായത്തിൽ വേണ്ടത്ര രീതിയിൽ നൽകാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് തിരിച്ചറിയാം. താഠനവും ശാസനവും കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നു എന്നുള്ള വചനം നമുക്ക് ഓർക്കാം. ലൂക്കാസ് സുവിശേഷം 1:80 വീണ്ടും നമുക്ക് ഓർക്കാം. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, അവൻ ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ മരുഭൂമിയിലായിരുന്നു. മരുഭൂമി അനുഭവം ഒരു കുഞ്ഞിനുണ്ടാകുമ്പോൾ മാത്രമേ അവളുടെ ആത്മാവ് ശക്തിപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു വലിയ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിക്കുകയോ ഏതെങ്കിലും വ്യക്തികൾ പറയുകയോ ചെയ്ത തെറ്റായ ബോധത്തോടെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ, വംശത്തിൻ്റെ മേൽ കരുണ കാണിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ തെറ്റായ നടപടികളെയും അനുസരണക്കേടിനെല്ലാം കർത്താവിന് സമർപ്പിച്ച് കുറച്ചും കൂടെ ശക്തിയോടെ കർത്താവിനെന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര ശിക്ഷണങ്ങൾ വേണ്ടത്ര രീതിയിൽ നൽകാതിരുന്ന അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ, കരുണ കാണിക്കണമേ കർത്താവേ, പൊറുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകളെല്ലാം നിറവുകളാക്കി അങ്ങ് മാറ്റണമേ യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ മേൽ ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. അനുസരണക്കേടുള്ള കുഞ്ഞുങ്ങളുടെ അനുസരണക്കേട് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളെ പുറകെ പോകുന്ന കുഞ്ഞുങ്ങളുടെ മേലുള്ള അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾ യേശുനാമത്തിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടിലും തെറ്റായ പ്രേമബന്ധങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കുട്ടികളുടെ മേലുള്ള അത്തരത്തിലുള്ള ദുരാത്മാക്കളുടെ ഉപദ്രവങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പാപത്തിനും ഒന്നാം പ്രമാണത്തിൽ ലംഘനത്തിനും അശുദ്ധാരൂപിക്കും പിശാചിന്റെ അടിമത്തത്തിനും അടിമപ്പെട്ടിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ മേലുമുള്ള എല്ലാ ശാപത്തിനും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി കർത്താവായ യേശുവിന്റെ പരിശുദ്ധ പാദത്തിന്റെ കീഴിലേക്ക് എല്ലാ കുട്ടികളെയും പ്രദർശിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങനെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് നിറയട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ പൊട്ടി തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോയിട്ടുള്ള എല്ലാ മക്കളുടെ മേലുമുള്ള എല്ലാ തിന്മകളുടെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, 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 അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവന് അകലെ നിന്നുള്ള ഒരു വസ്തുക്കളും കാണാൻ സാധിച്ചിരുന്നില്ല. അവനൊരു കണ്ണിന് പകുതി കാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് കൗൺസിലിംഗ് നേരത്തെ സിസ്റ്റർ പറഞ്ഞു, നന്നായി പ്രാർത്ഥിക്കുക, അവന് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന്. പിറ്റേ ദിവസം സിസ്റ്റർ വിളിച്ച് അവനെ കൊണ്ട് റോഡിൽ നിൽക്കുന്ന ബോർഡ് വായിപ്പിച്ചു, കണ്ണാട ഊരിയിട്ട്. അവൻ കണ്ണാട വെച്ചിട്ടാണ് വന്നിരുന്നത്. അവന് ഇവിടെ നിന്ന് അകലെയുള്ള ആ ബോർഡിലെ അക്ഷരങ്ങൾ വായിക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ മോനെ 1 മണിക്കൂർ യാത്ര ചെയ്താൽ മതി, അവൻ്റെ കണ്ണിൽ പൊടിയുടെ അലർജി ആയിട്ട് കണ്ണിൽ പീളണിഞ്ഞ് നേരം വെളുക്കുമ്പോൾ നാം തുറന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. നിങ്ങൾ 6 മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മോൻ്റെ കണ്ണിൽ പീളണയുകയോ ചൊറിയുകയോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിൻ്റെ കാഴ്ചശക്തി ഇല്ലാതിരുന്ന ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ല, കണ്ണട വെച്ചതാണ് ഈ കുട്ടി ഇവിടെ വന്നത്. ദൂരെയുള്ള ഒന്നും വായിക്കാൻ അറിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കണ്ണടയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ക്ലിയറായിട്ട് വായിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഇന്നലെ വായിച്ചു നോക്കിയായിരുന്നോ? ബോർഡ് വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയറായിട്ട് വായിച്ചോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിന് കൈയടിച്ച് സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഞാൻ തൃശ്ശൂരിനടുത്ത് കോടന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ വരുമ്പോൾ എനിക്കാകെ തലയിൽ നിന്ന് കാലിൻ്റെ പെരുവലിൽ വരെ ഭയങ്കര നീർക്കെട്ടായിരുന്നു. ഭയങ്കര ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഈ റോഡ് ഇങ്ങോട്ട് കയറി വരാൻ തന്നെ ഭയങ്കര ഭാരമായിരുന്നു എനിക്ക്. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സുകൾ ഇങ്ങോട്ട് എത്തിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എടുക്കാൻ പറ്റാണ്ട്. ഇവിടെ വന്ന് തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് കുറേശ്ശെ കുറവ് തോന്നി. അതുപോലെ ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. നീർക്കെട്ടുള്ള മക്കളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി ശരീരത്തിലെ നീരും വീക്കം ഉള്ളവർക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാല് ഭയങ്കര നീരായിരുന്നു, രണ്ട് കാലിനും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ട് കാലിനും ഒട്ടും തന്നെ നീര് ഉണ്ടായിരുന്നില്ല. രണ്ട് കാലിൻ്റെ നീര് ചുങ്ങിപ്പോയി, ശരീരം പൂർവ്വസ്ഥിതിയിലായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് രണ്ട് കൈകളിൽ നിന്നും എനിക്ക് പ്രാവിൻ്റെ അടി പോലെ തോന്നിയിട്ട് ഭയങ്കര ശക്തി അനുഭവപ്പെട്ടു. ശരീരം മുഴുവൻ അത് വ്യാപിച്ച് ഞാൻ ആകെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ ദൈവത്തിന് എൻ്റെ അതരത്തെയും ഹൃദയത്തെയും അപ്പം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭാഷാവരം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കൈയടിച്ച് സ്വയമകത്തപ്പെടുത്താ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്.